ഹലോ നമസ്കാരം. കോഡിംഗ് വിത്ത് വിൻവേ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ സജീവ്, ഇത് മിസ്റ്റർ ബാദുഷ. ഒരു ഇൻഡസ്ട്രി ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. ഹൗ ടു ബിക്കം എ പ്രോഗ്രാമർ. ഒരു പ്രോഗ്രാമർ എങ്ങനെയാവാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ. ഹൂ ഈസ് എ പ്രോഗ്രാമർ? ആരാണ് ഒരു പ്രോഗ്രാമർ? ആക്ച്വലി ആരാണ് പ്രോഗ്രാമർ എന്ന് പറയുന്നതിന് മുന്നേ നമുക്ക് എന്താണ് പ്രോഗ്രാമിംഗ് എന്നറിയണം. പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ പൊതുവെ കമ്പ്യൂട്ടറുകളെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ മൊബൈലുകളോ ഏതൊരു ഡിവൈസിനെ സംബന്ധിച്ചോളം അതിനകത്ത് ഒരു ICയോ അല്ലെങ്കിൽ അനുബന്ധ സാധനങ്ങളോ ഉണ്ടാവും. അപ്പോൾ ഇതിലെല്ലാം വന്ന് ഒരു പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോഴാണ് ഈ സാധനം യൂസർ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഇപ്പോൾ ബേസിക്കലി ഒരു C ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം, അത് മനുഷ്യന് വളരെ ഉപകാരപ്രദമാവുന്ന ടൈം കൺസ്യൂമിങ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ്. ഒരു പ്രോഗ്രാം എഴുതി ഒരു കാൽക്കുലേറ്ററിൻ്റെ പ്രോഗ്രാമിൽ വന്നിട്ട് ഇത് കമ്പ്യൂട്ടറിനകത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നു. അത് മൈക്രോ സെക്കൻഡുകൾ കൊണ്ടാണ് എക്സിക്യൂട്ട് ചെയ്യുക. ഇതിന് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് മില്ലി സെക്കൻഡ്സുകൾ കൊണ്ടാണ് റിസൾട്ട് കിട്ടുക. ഇപ്പോൾ കാൽക്കുലേറ്റർ കൂട്ടുന്നതായിക്കോട്ടെ കിഴിക്കുന്നതായിക്കോട്ടെ, നമുക്ക് ചിലപ്പോൾ ഒരു 100 150 റോസുള്ള പല വാല്യൂസും കൂട്ടാനും കഴിക്കാനും ഹരിക്കാനും എല്ലാം കാണും. ഇത് നമുക്കൊരു മൈക്രോ സെക്കൻഡ്സ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇത് പറയാനുള്ള കാരണം, ഒരു പ്രോഗ്രാമർ എന്ന് പറയുന്നതിൽ എന്താണ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ആർക്കൊക്കെ ഒരു പ്രോഗ്രാമർ ആവാം എന്നുള്ളതാണ് പറയുന്നത്. പ്രോഗ്രാമർ എന്ന് പറയുമ്പോൾ അതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇന്ന് ഗിന്നസ് ബുക്ക് റെക്കോർഡിൽ ഉള്ള ഏറ്റവും ചെറിയ പ്രോഗ്രാമർ അത് ഇന്ത്യക്കാരനായിട്ടുള്ളൊരു പയ്യനാണ്, അർഹം ഓം ടെൽസാനിയ. 6 വയസ്സ് മാത്രമാണ് പ്രായം ഗിന്നസ് ബുക്കിൽ റെക്കോർഡ് ആവുന്ന സമയത്ത്. അത് സ്വാഭാവികമായിട്ടും 2020 ഗിന്നസ് ബുക്കിൽ റെക്കോർഡ് ആയത്. അപ്പോൾ ഏജ് ഒരു പ്രശ്നമല്ല, അതേപോലെ തന്നെ വിദ്യാഭ്യാസവും ഒരു പ്രശ്നമല്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ള വിഷയം, ഞാൻ +2 കൊമേഴ്സ് ആണ്, അല്ലെങ്കിൽ എനിക്ക് അത്രയ്ക്ക് അതിനകത്തില്ല. ഒരു ചിത്രകാരൻ ചിത്രം വരയ്ക്കുന്നത് പോലും അത് അവൻ്റെ കഴിവാണ്. ഒരിക്കലും അത് തെളിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എല്ലാം നേടിയെടുത്തുകൊണ്ടല്ല നിൽക്കുന്നത്. അപ്പോൾ ഒരു പ്രോഗ്രാമർ ആവാനുള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് പഠിക്കാനുള്ള ആഗ്രഹവും അതുമായിട്ട് നിൽക്കാനുള്ള താല്പര്യവും മാത്രമാണ്. ഇനി പ്രോഗ്രാമർ എങ്ങനെയാണ് അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വെബ്സൈറ്റ് നിർമ്മിക്കുന്നത് അത് ആക്ച്വലി ഒരു പ്രോഗ്രാമറാണ്. അതേപോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ, നമ്മളിന്ന് യൂസ് ചെയ്യുന്ന ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ ആപ്ലിക്കേഷൻസ്, ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് നിർമ്മിക്കുന്നത് ബാങ്കിങ് ആപ്ലിക്കേഷൻസ്, ഇതേപോലെ കമ്പ്യൂട്ടർ ബില്ലിംഗ്, ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ IT-യുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് മേഖലകളിൽ ഈ ഒരു സാധനം മാറി നിൽക്കുന്നുണ്ട്. അത്രയും ഇന്ന് സ്പേസ് ഉള്ള ഒരു ഏരിയ ആണ് പ്രോഗ്രാമിംഗ്. അതെ 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 അതെ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഒരാൾക്ക് ഒരു പ്രോഗ്രാമർ ആവാം? ആക്ച്വലി ഒരു പ്രോഗ്രാമർ ആവാനുള്ള ആ ഒരു അടിസ്ഥാനം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളും ഒരു മാനദണ്ഡമല്ല എന്ന രീതിയിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പിന്നെ അതിൽ ശ്രദ്ധിക്കുന്ന കാര്യം അതിലേക്കുള്ള വഴി എന്താണ്. അപ്പോൾ നമ്മൾ ആദ്യഘട്ടം എന്നോണം അതിൻ്റെ ബേസിക്സ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കമ്പ്യൂട്ടറുമായിട്ട് ഇടപഴകുക, കമ്പ്യൂട്ടർ ഉപയോഗിക്കുക, മൗസും കാര്യങ്ങളും നമ്മൾ കൈക്ക് വഴങ്ങുന്ന മാതിരി ആക്കി എടുക്കുക. രണ്ടാമത്തെ സ്റ്റേജ് വരുന്ന സമയത്ത് എന്താണ് കമ്പ്യൂട്ടറിൻ്റെ ഫണ്ടമെന്റൽസ് കാര്യങ്ങൾ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്, ഇന്റർനെറ്റ് ബേസിക്സ് എന്താണ്,
അതേമാതിരി തന്നെ അതിലുള്ള സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർസ് എന്താണ്, അതെങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തത് വരുന്നത് പ്രോഗ്രാമിന്റെ ലോജിക്സ് ആണ്. ലോജിക്സ് എന്ന് പറയുമ്പോൾ ഇതിന് എല്ലാത്തിനും അടിസ്ഥാനമായി നിൽക്കുന്ന ഒരു കണക്കുകൂട്ടലുകളാണ് മൊത്തത്തിൽ. കണക്കുകൂട്ടലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വേരിയബിൾസ്, ലൂപ്സ്, കണ്ടീഷൻസ്, ഫണ്ടമെന്റൽസ്, ഇങ്ങനെ തുടങ്ങി കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതാണ് പ്രൈമറിയിലുള്ളത്. അത് ഡിപ്പെൻസ് ഓൺ ഓരോ ലാംഗ്വേജിന് ചില്ലറ മാറ്റങ്ങളോട് കൂടിയിട്ട് ഇത് സെയിം സാധനം വർക്ക് ആവുന്നുണ്ട്. ഇപ്പോൾ ഒരു നിശ്ചിത സമയത്തിനകത്ത് ഒരു അലാറം അടിക്കണം. അപ്പോൾ അതിനകത്തൊരു ടൈമറോ അല്ലെങ്കിൽ ലൂപ്പോ കൊണ്ടുവന്നിട്ട് നമുക്ക് ആ അലാറം സെറ്റ് ചെയ്യാൻ പറ്റും. ഈ സാധനം നമ്മൾക്ക് ഫണ്ടമെന്റൽസ് കഴിഞ്ഞാൽ അടുത്തത് ഏത് ലാംഗ്വേജിലാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ലാംഗ്വേജസ് എന്ന് പറയുമ്പോൾ ഇന്ന് മാർക്കറ്റ് നിലവിലുള്ളതിൽ C++, HTML, പൈത്തൺ, ജാവ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ലാംഗ്വേജുകളുണ്ട്. അപ്പോൾ ഇതിൽ ഏതിൽ വേണമെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് അതിന്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത്. അങ്ങനെ ഫണ്ടമെന്റൽസും അവിടെ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ചൂസ് ചെയ്തു. ഇനി അതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങൾ നോക്കി ആ ലാംഗ്വേജുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ ഇടപഴകി ഒന്ന് സെറ്റായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് കോഡിങ്ങിന്റെ അടുത്ത ലെവലിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. കോഡിങ്ങിന്റെ അടുത്ത ലെവൽ എന്ന് പറയുന്നത് നമ്മൾ സ്വന്തമായിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി നോക്കാം, അല്ലെങ്കിൽ കാൽക്കുലേറ്റർ, ടു ഡു ലിസ്റ്റ്, ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാൻ പറ്റും. ഇതിന് നമുക്ക് ബുക്സ് മാത്രമല്ല അവൈലബിലിറ്റി ഉള്ളത്. ഇന്ന് ഒരുപാട് സോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. യൂട്യൂബ് ഉണ്ട്, അതേമാതിരി തന്നെ ചാറ്റ് ബോട്ടുകൾക്ക് ചോദിക്കാം. ഇനി അതുമല്ല പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള സോഴ്സുകൾ സ്റ്റാക്സ് ഓവർഫ്ലോ എന്നുള്ള വെബ്സൈറ്റുകളുണ്ട്. ഇങ്ങനെയുള്ളതൊന്നെല്ലാം നമുക്ക് ഡീറ്റെയിലിംഗ് എടുത്തുകൊണ്ട് നമുക്കിത് പഠിക്കാനായിട്ട് സാധിക്കും. W3 സ്കൂൾ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിനകത്ത് ഇതിന്റെ ഡീറ്റെയിലിംഗ് ഫുൾ ഉണ്ട്. അത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനും സാധിക്കും എന്നാണ്. ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ സ്പെസിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ C ഉണ്ട്, .NET ഉണ്ട്, അതേപോലെ തന്നെ പൈത്തൺ, PHP, നോഡ്, ഇങ്ങനെ ഒരുപാട് ലാംഗ്വേജുകളുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ, ഫ്ലട്ടർ, ഇങ്ങനെ ഒരുപാട് ലാംഗ്വേജുകൾ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അതിൽ ഹീറോ ആവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ വെബ് ഡെവലപ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് PHP യൂസ് ചെയ്യാം. ഇനി അല്ലെങ്കിൽ ASP.NET, ഡെസ്ക്ടോപ്പ് അപ്ലിക്കേഷൻസ് ആണെങ്കിൽ C# യൂസ് ചെയ്യാം. അത് .NET ഒരു വകഭേദമാണ്. അല്ലെങ്കിൽ .NET WinForms യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ആപ്ലിക്കേഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ പ്ലാൻ ചെയ്യാം. ഇങ്ങനെ ഏത് സ്റ്റാക്കിലാണ് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടതെന്നുള്ള പ്ലാൻ എടുക്കുക. എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള അപ്ഡേഷൻസ് നമ്മൾ കൊണ്ടുവരിക. ഇതിനെക്കുറിച്ചുള്ള പല ട്യൂട്ടോറിയൽസും ഇന്ന് വളരെ സിമ്പിളായി അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് ചാനലുകൾ അവൈലബിൾ ആണ്. അതേപോലെ അതിന്റെ തുടർച്ചയെന്നോണം ഡാറ്റാബേസുകൾ, അതിനെക്കുറിച്ചും പഠിക്കുക. ഇതിന് ഏത് മാച്ച് ആവും, ആ പ്രയത്നം കഴിഞ്ഞാൽ നന്നായിരിക്കും. അതേപോലെ GitHub, അതൊരു വേർഷൻ കൺട്രോളർ പ്രോഗ്രാമാണ്. എങ്ങനെയാണ് ഓരോ വേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു 10 ദിവസത്തെ വർക്കാണ് നടക്കുന്നതെങ്കിൽ 10 ഫോം ഉണ്ട്, അല്ലെങ്കിൽ 10 മൊഡ്യൂൾ ഉണ്ട്. സ്വാഭാവികമായിട്ടും ഇത് ഓരോരോ സ്റ്റെപ്പായിട്ടാണ് മുന്നോട്ട് പോകുക. ആദ്യത്തെ ദിവസം കഴിയുന്ന സമയത്ത് നമുക്ക് ഇതിൽ ഹോസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ GitHubൽ രണ്ടാമത്തെ ദിവസത്തെ എന്തെങ്കിലും എറേഴ്സ് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് റിക്കവർ ചെയ്യാനും, അതേപോലെ തന്നെ ടീം വർക്ക് ആവുന്ന സമയത്ത് ഇതിനെ മാനേജ് ചെയ്യാനും വളരെ എളുപ്പമായിട്ടുള്ള സാധനമാണ് GitHub. അത് ഇമ്മീഡിയറ്റ് ചെയ്യുന്ന കാര്യം നമ്മുടെ പോർട്ട്ഫോളിയോസ് എല്ലാം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ നമ്മളുടെ CV, ലിങ്ക്ഡിനിൽ അപ്ഡേറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് നമ്മൾ ബെറ്റർ ചെയ്ത് വെക്കണം. അതിനുവേണ്ടി നമുക്ക് പഠനം കഴിയുന്നതോടുകൂടിയിട്ട്, പഠനം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംവിധാനത്തിലേക്ക് എത്തുന്നതോടുകൂടിയിട്ട് ഒരു ഇന്റേൺഷിപ്പ് ചെയ്യാം. അത് പേയ്മെന്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും 2 3 ഒരു 6 മാസം വരെയൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്റേൺഷിപ്പ്, നമ്മൾ ഏത് സ്റ്റാക്കിലാണോ അപ്ഡേറ്റ് ചെയ്ത് നിൽക്കുന്നത് അതിലൊരു ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് കുറെ കൂടെ ബെറ്റർ ആയിരിക്കും. അതേപോലെ ഇനിയിപ്പോൾ അത് പറ്റിയില്ലെങ്കിലും നമ്മളുടേതായിട്ടുള്ള ചെറിയ ചെറിയ പ്രൊജക്റ്റുകൾ, നമ്മളുടെ മൈൻഡിൽ തോന്നുന്ന ബെറ്റർ ആയിട്ടുള്ള ഐഡിയാസ് അത് ഒരു ലോജിക് ആക്കിയതിന് ശേഷം അതൊരു പ്രോഗ്രാമായി ഡെവലപ്പ് ചെയ്യാൻ പറ്റും.
ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മളുടെ പോർട്ട്ഫോളിയോ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ആക്കം കൂട്ടും. സ്വാഭാവികമായിട്ടും ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു സാധനമായിട്ട് മാറും. ഇങ്ങനെയാണ് ഒരു കരിയർ ഡെവലപ്പിംഗ് കരിയർ അല്ലെങ്കിൽ പ്രോഗ്രാമർ എന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുക. ഒരു സീറോയിൽ നിന്നും ഹീറോയിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന വലിയൊരു സാധനം തന്നെയാണ് ഇത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാവുന്ന കരിയർ ഓപ്പർച്യൂണിറ്റീസുകൾ ഏതൊക്കെയാണ്? ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ഫസ്റ്റ് പറയാം. ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരു 10 കൊല്ലം പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു സാധാരണ ഫോൺ വാങ്ങിക്കുന്നത് ഒരു 2005 നോക്കിയയുടെ ഒരു ഫോൺ വാങ്ങിക്കുന്നത് 1000-ലോ 10,000-ലോ ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരാൾക്ക് 2-3 ഫോൺ ഉപയോഗിക്കുന്ന കാലഘട്ടമാണ്. ടെക്നോളജി അത്ര കണ്ട് വളർന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരുപാട് യൂസർ ഫ്രണ്ട്ലിയും അതേമാതിരി ടൈം കൺസ്യൂമും ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഇന്ന് മാർക്കറ്റിലുണ്ട്. ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് ഓരോരോ കമ്പനികളാണ്. ഇവർക്ക് എല്ലാവർക്കും മാൻ പവർ ആവശ്യമാണ്. ആയതുകൊണ്ട് തന്നെ കരിയറിന്റെ സൈഡ് നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം കൂടെ ഉണ്ട്. നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞു, ഏതോ ഒരു ലാംഗ്വേജ് അതിനുവേണ്ടി സെലക്ട് ചെയ്തു. ഇപ്പോൾ പൈത്തൺ ആവാം, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഡെവലപ്പിംഗ് ആവാം, അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ്, വെബ് ആപ്ലിക്കേഷൻസ്, വെബ്സൈറ്റ് ഡെവലപ്പിംഗ്, അല്ലെങ്കിൽ UX ഡിസൈനർ, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയോ ഒന്നിൽ നമ്മൾ പെർഫോം ചെയ്യുന്നു. ആ പെർഫോം ചെയ്ത സംവിധാനങ്ങൾ ഒരുപാട് കമ്പനികൾക്ക് ഇന്ന് ആവശ്യമുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് പഠിച്ചിറങ്ങുന്നതോടുകൂടി തന്നെ നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറോ അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പറോ അല്ലെങ്കിൽ ഡാറ്റ അനലിസ്റ്റ്, ഡാറ്റ സയൻസ്, അതേപോലെ തന്നെ AI, മെഷീൻ ലേണിംഗ് എഞ്ചിനീയറിംഗ്, ഇങ്ങനെയുള്ള തസ്തികകളിലേക്ക് മാറും. ഇതിന്റെ ഈ പറഞ്ഞ ഫീൽഡുകളെല്ലാം തന്നെ വളരെ വലിയ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് നിലവിലുള്ളത്. അപ്പോൾ ഒരു നല്ല പ്രോഗ്രാമർ എങ്ങനെയാവാന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു തന്നു. അത് വളരെ വ്യക്തമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് അറിയാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എപ്പോഴും നമുക്കൊരു പ്രാക്ടീസ് എപ്പോഴും വേണം. പ്രാക്ടീസ് ബൈ പ്രാക്ടീസ് ലെസൺസ് ചെയ്ത് നോക്കണം. എങ്കിൽ മാത്രമേ അത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പൂർണ്ണതയിൽ എത്തുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? കമന്റുകൾ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ചാനൽ കോഡിംഗ് വിത്ത് വിൻവേ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.